Hello, good morning. Good morning, ma'am. Good morning. Yes, good morning. ഇത്രയുള്ള കുട്ടികള് 7 പേരാണ് ക്ലാസ്സില് വരുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് കംപ്ലീറ്റ് ആയോ എന്നറിയാനാണ്. സാധാരണ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, എല്ലാ ദിവസവും വരുന്നവര് ഒക്കെ വന്നിട്ടുണ്ട്, എത്ര എണ്ണം പേരുണ്ടെന്നൊന്ന് നോക്കി വെക്കുകയാണ് നല്ലതാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം, ബാക്കിയുള്ളവരെ കൂടി ചിലപ്പോൾ കയറാനുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ കയറില്ല. അപ്പൊ ഒരു ആവറേജ് ഇത്ര പിള്ളേരുണ്ടെന്ന് മനസ്സിലായാൽ വി ക്യാൻ സ്റ്റാർട്ട് അവർ ക്ലാസ്സസ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. തുടങ്ങിയാലോ? 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു ഓൾറെഡി. റെഡിയാണോ എല്ലാവരും? ലക്ഷ്മി വരുന്നു, പിന്നെ ഞാനൊക്കെ വരാൻ ചെയ്തു. യെസ്, അപ്പോ നമ്മള് ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ബെറ്റി, ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൗണ്ട് ഒക്കെ നോക്കട്ടെ. ബെറ്റി, Grievance handling. ബെറ്റി എന്ന പേരില് ബെറ്റി സംസാരിക്കുന്നില്ല, പകരം പ്രീതി ഉത്തരം പറഞ്ഞു. ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഇപ്പൊ ഏതാണ്? ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏത് ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? യെസ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് അല്ലെ? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് റിഗാർഡിംഗ് എംപ്ലോയി ഹെൽത്ത്. അതായത് നമ്മളുടെ എംപ്ലോയീസിന്റെ ആരോഗ്യപരമായിട്ട് സംബന്ധിക്കുന്ന ചില എന്താ പറയാ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്, അതായത് ചില നിയമങ്ങൾ ഫാക്ടറീസ് ആക്ട് 1948 അതിന്റെ സെക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ സെക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എംപ്ലോയി ഹെൽത്ത് ടു ബി പ്രൊട്ടക്റ്റഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ അല്ലെ? ഫോർ ദ ഓർഗനൈസേഷണൽ ഹെൽത്ത്. ഒരു ഓർഗനൈസേഷന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ്. അപ്പൊ എംപ്ലോയീസിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫാക്ടറീസ് ആക്ട് 1948 ഇറ്റ് ഹാസ് ലേഡ് ഡൗൺ സം റൂൾസ് അല്ലെ? ചില പ്രൊവിഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പല സെക്ഷൻസിലായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമുക്കും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എംപ്ലോയീസിന് ഇന്ന കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഹ്യൂമൻ റിസോഴ്സസിന്റെ ഓൾ തിങ്സ്, അതായത് അവരുടെ റിക്രൂട്ട്മെന്റ് ഫ്രം ദ റിക്രൂട്ട്മെന്റ് ഓൺവേർഡ്സ് അപ് ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, അതുവരെ ഓരോ എംപ്ലോയിയും ഒരു സ്ഥാപനത്തിൽ ഡൂയിങ് ദർ ഡ്യൂട്ടീസ്, അവരുടെ പെർഫോമൻസ് അവർ ചെയ്യുന്ന സമയത്ത് അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു പരിധി വരെ മാക്സിമം എഫേർട്ട് എടുത്ത് അത് ഫാക്ടറീസ് ആയാലും ഇൻഡസ്ട്രീസ് ആയാലും അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേണം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ. അതിന് വേണ്ട ചില നിയമ നടപടികളും ഓരോ സെക്ഷൻസിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എംപ്ലോയി ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സെക്ഷൻ 11 അപ് ടു സെക്ഷൻ 19. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോറി, സെക്ഷൻ 20 വരെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. 11 മുതൽ 20 വരെയുള്ള കുറച്ച് സെക്ഷൻസ് ഫാക്ടറീസ് ആക്ട് 1948 ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 19, ലാട്രിൻസ് ആൻഡ് യൂറിനൽസ്. അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ആലോചിച്ച് നോക്കിയേ, പറയും എല്ലാവരും പറയും. ഇവിടെ തന്നെയാണോ അല്ലെങ്കിൽ മുന്നോട്ട് പോയോ അല്ലെങ്കിൽ ബാക്കിലാണോ എന്ന് വേഗം കൺഫേം ചെയ്യാം.
Yes, okay. Ma'am, So yes, ma'am, now yes, ma'am. Okay. About latrines and urinals, which is included in section 19 of the Factories Act, അത് പറയുന്നത് എല്ലാ ഫാക്ടറിയിലും ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് സഫീഷ്യന്റ് latrines and urinals should be provided according to the proportion of the number of employees. എംപ്ലോയീസിന്റെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് കൺവീനിയന്റ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അറ്റ് എ ടൈം ചിലപ്പോൾ മോർ എംപ്ലോയീസിന് അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഒരാള് പോയിട്ട് അത്രയും നേരം വെയിറ്റ് ചെയ്യാനൊക്കെ ഇടവരുത്താതെ അപ്പൊ അതിനനുസരിച്ച് അപ്പൊ എത്രത്തോളം എംപ്ലോയീസ് ഉണ്ട് അതിന് ഏകദേശം ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇത്ര ലാറ്ററൻസും യൂറിനൽസും അത് പ്രൊവൈഡ് ചെയ്യണം. ഫീമെയിൽ വർക്കേഴ്സിനും അതുപോലെ തന്നെ മെയിൽ വർക്കേഴ്സിനും സെപ്പറേറ്റ്ലി അവർക്ക് ആ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഓൾസോ ഈ യൂറിനൽസിലും ലാറ്ററൻസിലും ഒക്കെ സഫീഷ്യന്റ് വെന്റിലേഷനും അതുപോലെ തന്നെ ലൈറ്റിങ്ങും ഒക്കെ വളരെ കൃത്യമായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഏതൊക്കെ എന്താ പറയുക ചീഫ് ഇൻസ്പെക്ടർ അതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് വിച്ച് ഓൾ ലാറ്ററൻസ് ആൻഡ് യൂറിനൽസ് ക്യാൻ ബി യൂസ്ഡ്, അത് ഉപയോഗയോഗ്യമായ രീതിയിൽ ഏതൊക്കെ ലാറ്ററൻസും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകണം. ചിലപ്പോൾ എന്തെങ്കിലും ഇന്നത് ചിലപ്പോ ഉപയോഗശൂന്യമാണ് മീൻസ് അത് എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ വേണ്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യണം അത് ഉപയോഗിക്കേണ്ട എന്നുള്ള രീതിയിൽ. കാരണം ഈ പറയുന്ന വെന്റിലേഷൻ പാസേജിന്റെ അഭാവം അതിന്റെ സ്കേഴ്സിറ്റി മൂലമോ അല്ലെങ്കിൽ എന്താ പറയാ ഉപയോഗിക്കാൻ പറ്റാത്ത എന്താ പറയാ എന്തെങ്കിലും കംപ്ലൈന്റുകളായിട്ട് കിടക്കുന്ന ലാറ്ററൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ബാത്റൂംസ് അല്ലെങ്കിൽ ലാറ്ററൻസും യൂറിനൽസും ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഈ പറയുന്ന എംപ്ലോയീസിന് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ, സാനിറ്റൈസേഷൻ ചെയ്യേണ്ടതും അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലെൻലിനെസ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ ഒരു മോശം അന്തരീക്ഷത്തിൽ ഇരുന്ന് ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഈവൺ ഇഫ് അത് ജോലി ചെയ്യുന്ന സ്ഥലം ആയിക്കോട്ടെ അവർ യൂസ് ചെയ്യുന്ന ഇത്തരം യൂറിനൽസും ലാറ്ററൻസും ആയിക്കോട്ടെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ സാനിറ്റൈസ് ചെയ്തു സാനിറ്ററി കണ്ടീഷൻസ് ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ അതിനെ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് സ്വീപ്പേഴ്സ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം അപ്പോയിന്റ് ചെയ്തിരിക്കണം സ്വീപ്പേഴ്സിനെ. കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ടു കീപ് ദ ലാറ്ററൻസ് ക്ലീൻ ആൻഡ് ഓൾസോ ദ വാഷിംഗ് പ്ലേസസ്. ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അത് ഡംപ് ചെയ്യുമ്പോൾ ചില വെസൽസ് ഒക്കെ ആയിരിക്കാം ബക്കറ്റ് കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ക്ലീനിങ് പ്ലേസസും അതായത് വാഷിംഗ് പ്ലേസസും ഈവൻ അവിടെയും ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ടത് സ്വീപ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടിയാണ്, അതാണ് നമ്മൾ ഇനി രണ്ടാമത്തെ ഭാഗത്ത്. ഇൻ എവറി ഫാക്ടറി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇഫ് ദർ ആർ മോർ ദാൻ 250 വർക്കേഴ്സ്. ഇത് സാധാരണ ഒരു ഓർഡിനറി ദിവസം 250-ൽ കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി ആണെങ്കിൽ, സാധാ ഫാക്ടറീസിന്റെ കാര്യമാണ് മുകളിൽ നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഒരു 250 വർക്കേഴ്സോ അതിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചില എക്സ്ട്രാ കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. കുറെയൊക്കെ മറ്റേതൊക്കെ തന്നെ സെയിം തന്നെയാണ്. ലാറ്ററൻസ് യൂറിനൽസ് അക്കോമഡേഷൻ ഷുഡ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് സാനിറ്ററി ടൈപ്പ്. പ്രിസ്ക്രൈബ്ഡ് സാനിറ്ററി ടൈപ്പ് എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലുള്ള, അത് വെച്ചാൽ അവർക്ക് അനാരോഗ്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ എന്താ പറയാ ഈ ലാറ്ററൻസോ യൂറിനൽസോ ആകരുത്. അപ്പൊ കൃത്യം ആരോഗ്യപരമായിട്ട് അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് സമയത്തും. അപ്പൊ ചില ആളുകൾക്ക് ചിലപ്പോ എന്താ പറയാ രണ്ട് രീതിയിലുള്ള എന്താ പറയാ ഈ നമ്മുടെ യൂറിനൽസും ലാറ്ററിനൊക്കെ പല രീതിയിലൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്, ചിലർക്ക് ചില ടൈപ്പിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് അറിയില്ല, ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടാവില്ല. അപ്പൊ ഒരു സെക്കൻഡ് ചോയ്സ് അതും ആ രീതിയിലൊക്കെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ചിലർക്ക് ചിലതിനോട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അത് യൂസ് ചെയ്യുന്നതിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ മറ്റേ രീതി അല്ലെ ഇന്ത്യൻ ടൈപ്പും ഉണ്ട് അതല്ലാത്ത രീതിയിലും ഉണ്ട്, യൂറോപ്യൻ മോഡലിലുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഏത് രീതിയാണോ കൺവീനിയന്റ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ആൻഡ് എപ്പോഴും നമുക്ക് എന്താ പറയാ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതും ഒക്കെ ഏത് ടൈപ്പാണോ അതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ ചെയ്ത് ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ അവോയ്ഡ് മെനി ഹെൽത്ത് ഇഷ്യൂസ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് ഇപ്പൊ ചിലർക്ക് അങ്ങനെ അത്രയും താഴേക്ക് ഇരിക്കാൻ പറ്റില്ല, സോ അവർക്ക് മറ്റു രീതിയിലുള്ളത് വേണം.
ചിലർക്ക് അത് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പല പല ആളുകളും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വീടുകൾ പോലെയല്ല, ഒത്തിരി വർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാൾ ഉപയോഗിച്ചതിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാകും. സോ ആ ടൈപ്പ് അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്രോൾ പമ്പ് അവിടെയൊക്കെ നമ്മൾ ഇതുപോലെയുള്ളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇതുപോലെയുള്ള ടൈപ്പ് മാറിയുള്ള ടൈപ്പും രണ്ട് രീതിയിലുള്ളതും ഒക്കെ ചിലപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. എല്ലാ പെട്രോൾ പമ്പിലും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ചിലതില്. കാരണം പുതിയതൊക്കെ വരുന്നിടത്ത് പുതിയ രീതിയിലായിരിക്കും. ചിലപ്പോൾ ചിലതൊക്കെ കുറെ ഒത്തിരി പഴയതായിരിക്കും. അപ്പൊ അങ്ങനത്തെ ചിലപ്പോൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. Then floors and internal walls are up to the height of 90 centimeters. ഏകദേശം ഒരു 90 സെന്റിമീറ്ററിന്റെ ഹൈറ്റിൽ വരെ ഓരോ ലാട്രിൻസിന്റെ യൂറിനൽസിന്റെ ഒക്കെ വാൾസ് നല്ല കൃത്യമായിട്ടുള്ള സാനിറ്ററി ബ്ലോക്സ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന, ഇപ്പൊ എല്ലാവരും അത്തരം നമ്മുടെ യൂറിനൽസിലും ലാട്രിൻസിലും ഒക്കെ നമ്മൾ എന്താ പറയാ ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് അത് എന്ത് ചെയ്യാം, വാൾസിലൊക്കെ വാൾസിൽ എക്സ്ട്രാ നമ്മൾ ടൈലുകളും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇറ്റ്സ് ഈസി ടു ക്ലീൻ. അങ്ങനെ ടൈൽസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ് മറ്റ് ഭിത്തിയേക്കാൾ. ഇപ്പൊ സിമെന്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭിത്തിയാവുമ്പോൾ അത് പെയിന്റ് അടിച്ചിട്ടുണ്ട്, അതിലേക്ക് അഴുക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെയിന്റും ഒക്കെ ഇളകി വൃത്തികേടാകും. അപ്പൊ ഒരു പ്ലീസിങ് ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ നമുക്ക് അതിനകത്ത് കിട്ടില്ല. ആൾക്കാർക്ക് കയറുമ്പോ അല്ലെ അതിനകത്ത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാകും. അപ്പൊ സോ ഈ പറയുന്ന ടൈൽസ്, ഗ്ലേസ്ഡ് ടൈൽസ് ഷുഡ് ബി യൂസ്ഡ്. അതുപോലെ തന്നെ അത് ഫിനിഷ്ഡ് ആയിട്ടിരിക്കണം. അതിന്റെ വർക്കൊക്കെ വളരെ ഫിനിഷ്ഡ് ആയിട്ടും സ്മൂത്ത് പോളിഷ്ഡ് ആയിട്ടും ആയിരിക്കണം. അതിന്റെ എന്താ പറയാ മറ്റേതെങ്കിലും തരത്തിലുള്ള അഴുക്കുകളും മറ്റൊക്കെ അതിന്റെ ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിൽ ഇംപെർവിയസ് എന്താ പറയാ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അഴുക്ക് വെള്ളമോ മറ്റൊക്കെ തെറിച്ച് അതിന്റെ ഉള്ളിലേക്ക് കടന്നു പോകാത്ത രീതിയിലുള്ള പോളിഷ്ഡ് ഗ്ലേസ്ഡ് ടൈൽസ് ഷുഡ് ബി യൂസ്ഡ് വൈൽ എന്താ പറയാ ഈ എന്താ പറയാ നമ്മുടെ ഇന്റേണൽ വാൾസ് ഓഫ് ദ ലാട്രിൻസ് ആൻഡ് യൂറിനൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു 90 സെന്റിമീറ്റേഴ്സ് അബവ് എങ്കിലും എന്താ പറയാ അത്രയും ടൈൽസ് ഉണ്ടായിരിക്കണം. അതിന്റെ പൊക്കത്തിലേക്ക് വേണമെന്നില്ല. ബിക്കോസ് നമുക്കറിയാം ഇത് നമ്മൾ അത്രയും ഹൈറ്റിലാണ്, ഏകദേശം ആ ഒരു ഹൈറ്റിലാണ് ആളുകളുടെ ഒക്കെ ഉയരമുള്ളത്. അപ്പൊ പിന്നെ അത്രയും പൊക്കത്തിൽ മതി. പിന്നെ അത്രയും വലിയതൊക്കെ നമ്മളിങ്ങനെ കഴുകുമ്പോഴൊക്കെ തെറിക്കുന്നില്ല അത്രയും. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് ബി മനസ്സിലായോ? ക്ലിയർ ആകുന്നുണ്ടോ? പറയണോട്ടാ, ഇല്ലെങ്കിൽ പറയണം. ഓക്കെ. Then the next one, point C പറയുന്നത് എന്താണ്? Without prejudice to the provisions of the clause of D and E. നമ്മൾ തൊട്ട് മുകളിൽ ഇവിടെ ഒരു DE പോയിന്റുകൾ പറഞ്ഞില്ലേ? ഡിയിൽ എന്താ പറഞ്ഞത്? All such accommodation shall be maintained in a clean and sanitary conditions all the time. അതായത് എല്ലാ സമയവും ഈ പറയുന്ന യൂറിനൽസിന്റെയും ലാട്രിൻസിന്റെയും ഒക്കെ അകംഭാഗം ഉൾഭാഗം ഒക്കെ ക്ലീൻ ആക്കണം. ആരോഗ്യപരമായിട്ടുള്ള കണ്ടീഷൻസിലും ആയിരിക്കണം എപ്പോഴും നമ്മൾ അത് കീപ്പ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് ഈ പോയിന്റിൽ പറഞ്ഞത് സ്വീപ്പേഴ്സ് അതിന് വേണ്ടിയിട്ട് എംപ്ലോയ് ചെയ്തിരിക്കണം. ആ പറയുന്ന ഡ്യൂട്ടി ചെയ്യാൻ, ഏത് ഡ്യൂട്ടി ചെയ്യാൻ? ക്ലീൻ ചെയ്യാനും ലാട്രിൻസ് ക്ലീൻ ചെയ്യാനും വാഷിംഗ് പ്ലേസസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള സ്വീപ്പേഴ്സിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റും എന്ന് പറയുന്നതിൽ യാതൊരു എന്താ പറയാ നീക്കുപോക്കുമില്ല. എന്ന് വെച്ചാൽ അത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതാണ്. ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. അതിനകത്ത് DE ഓഫ് subsection 1, the floors, portions of the walls, blocks so laid or finished and sanitary pans of latrines and urinals shall be thoroughly washed and cleaned at once in every 7 days with suitable detergents or disinfectants or with both. എന്ത് ചെയ്യണം? ഈ പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാട്രിന്റെ യൂറിന്റെ ഒക്കെ ഉള്ളിലുള്ള എന്താ പറയാ നമ്മൾ യൂസ് ചെയ്യുന്ന പാന്, അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ പുറം ബ്ലോക്കുകൾ, അതായത് ടൈലും ഒക്കെ നല്ല വൃത്തിയായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി അറ്റ്ലീസ്റ്റ് once in 7 days എന്ന് പറഞ്ഞാൽ വീക്കിലി ഒരു ദിവസമെങ്കിലും ഡിസിൻഫെക്ടന്റ് ഉപയോഗിച്ചോ ഡിറ്റർജന്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഉപയോഗിച്ചോ തേച്ചൊരിച്ച് കഴുകിയിരിക്കുക. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ യാതൊരു മുൻവിധി ഇല്ല എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് പ്രെജുഡൈസ് പറഞ്ഞ ഒരു മുൻവിധി അതിനകത്തില്ല. അതിൽ വേറെ കോംപ്രമൈസ് ഇല്ല. ഇറ്റ് ഹാവ് ടു ബി ഡൺ. അത് മസ്റ്റ് ആണ്. അതല്ല എങ്കിൽ അതങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഇതിങ്ങനെ വീണ്ടും അതിലേക്ക് അഴുക്കുകൾ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പല രീതിയിലുള്ള എന്താ പറയാ അണുക്കൾ അവിടെ പെരുകാനും അത് യൂസ് ചെയ്യുന്ന എംപ്ലോയീസിലേക്ക് പടരാനും ഒക്കെ അതിന് സമയമൊന്നും എടുക്കില്ല. സോ അങ്ങനെ അത് എന്താ പറയാ ചെയ്ത് അത് ഉപയോഗിച്ച് അങ്ങനെയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ക്ലിയർ ആയോ? സി പോയിന്റ് മനസ്സിലായോ? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടാ. മനസ്സിലായോ?
നജ്മ, ജിൻഷ, കുറച്ചുപേര് പേര് ഇപ്പുറത്ത് നമ്മള് കുറച്ചുപേര് നമ്മളുടെ തമ്പിടുന്നുണ്ട്. ഈ തമ്പ് വിസിബിൾ ആയിട്ടുള്ള നോക്കിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? The state government may prescribe a number of latrines and urinals to be provided in any factory in proportion, ഞാൻ നേരത്തെ പറഞ്ഞു, in proportion to the male and female workers ordinarily employed there. ഒരു സാധാരണ ഒരു ഓർഗനൈസേഷനിൽ, ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, എനി അതർ ബിസിനസ് ഫേംസ് ആയിക്കോട്ടെ, അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ആൺ പെൺ എന്താ പറയാ റേഷ്യോ അനുസരിച്ച്, ആണുങ്ങൾ ഇത്രന്നുണ്ട് അപ്പൊ അവർക്ക് അതനുസരിച്ച്, പെണ്ണുങ്ങൾ ഇത്രന്നുണ്ട് അതുകൊണ്ട് അതനുസരിച്ച്, ആ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് യൂറിനൽസും ലാട്രിൻസും പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമായി സ്റ്റേറ്റ് ഗവൺമെന്റ് അനുശാസിക്കുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ നിയമം കൂടിയാണത്. അപ്പൊ എന്താണ്, ഇപ്പൊ ഗവൺമെന്റ് ഇതെങ്ങനെ അറിയും? അല്ലെ, തീർച്ചയായിട്ടും അറിയും. അതായത് ഓരോ ഓർഗനൈസേഷനും ഓരോ ബിസിനസ് ഫേമുകളും അതിന്റെ ലൈസൻസിലാണ് പ്രവർത്തിക്കുന്നത്. അവർക്കൊക്കെ നടത്താനുള്ള ലൈസൻസ് ഈസ് ഗിവൺ ബൈ ദ ഗവൺമെന്റ്. തീർച്ചയായിട്ടും ആ ഗവൺമെന്റിന് അങ്ങനെയുള്ള ചില നിയമങ്ങൾ കൂടി അവരോട് പറയും. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണെങ്കിൽ യു ക്യാൻ ഡു ദ ബിസിനസ് ഓർ ക്യാരി ഓൺ ദ ബിസിനസ്. നമ്മൾ പറയുന്ന നിയമങ്ങൾ അനുസരിക്കാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ പറയാ ബിസിനസ് ചെയ്യാനുള്ള അനുവാദം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇറ്റ് ഈസ് ഓൺ സം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ്. ഈ ബിസിനസ് നടത്താനുള്ള ചില റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ സാങ്ഷൻ തരുള്ളൂ ബിസിനസ് ചെയ്യാനുള്ള. അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ എത്ര വർക്കേഴ്സ് ഉണ്ടാകും, ആ വർക്കേഴ്സിനനുസരിച്ച് നിങ്ങൾ എത്ര ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്, ചിലപ്പോ മേ ബി മോർ മെയിൽ വർക്കേഴ്സ് ആയിരിക്കും കൂടുതൽ, ചിലപ്പോ നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സ് മേ ബി കൂടുതലായിരിക്കും പെണ്ണുങ്ങളുടെ. അപ്പൊ അതനുസരിച്ച് അവർക്ക് കുറച്ച് ആ രീതിയിലുള്ള എന്താ പറയാ ലാട്രിൻസും യൂറിനൽസും നമ്പർ അനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതും. ആൻഡ് ഓൾസോ so provide for such matters in respect of sanitization in factories, including the obligation of workers in this regard, as it considers necessary in the interest of the health of workers employed there. ചുരുക്കം പറഞ്ഞ് ഇത്രേ പറയുന്നുള്ളൂ. ഓരോ എംപ്ലോയിയുടെയും ഹെൽത്ത്, ആരോഗ്യത്തിന്റെ താല്പര്യം അനുസരിച്ചാണ്, താല്പര്യാർത്ഥമാണ്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ താല്പര്യാർത്ഥമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസും നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസിന്റെയും എണ്ണത്തിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ലൈസൻസും യൂറിനൽസും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി അതല്ല, അതങ്ങനെ ചെയ്തില്ല, ഇത്രയും ഇപ്പോഴത്തെ വർക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ഇഷ്ടമാണ്, നമ്മളുടെ ഇഷ്ടത്തിന് ഇത്രയും, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ആളുകൾ അതൊക്കെ യൂസ് ചെയ്ത് മോശമാക്കി കൂടുതൽ ആൾക്കാര്, അതായത് ക്ലീൻ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. ബിക്കോസ് നമ്പർ ഓഫ് യൂറിനൽസിന്റെയും ലാട്രിൻസിന്റെയും എണ്ണം കുറവ്. ഒരു എംപ്ലോയി കഴിഞ്ഞ് അടുത്ത ആൾ വീണ്ടും അങ്ങനെ ഓരോരുത്തർ വേഗം വന്ന് യൂസ് ചെയ്യുന്നു. ദർ ഇസ് നോ ടൈം ടു ക്ലീൻ ഈവൺ. അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും സമയം തരുന്നില്ല. ബിക്കോസ് നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുതൽ, പക്ഷെ ലാട്രിൻസും യൂറിനൽസിന്റെ എണ്ണം കുറവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അത് ചിലപ്പോ 2-3 ഒക്കെ ദിവസം എടുത്തു അത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും പല തരത്തിലുള്ള രോഗാണുക്കൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ചില രോഗങ്ങളും ചിലപ്പോ എമർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ടു അവോയ്ഡ് ദിസ്, ഇതെല്ലാം ഒഴിവാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ അനുശാസിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് അവരുടെ നിയമമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ 250 വർക്കേഴ്സിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയാ ഒരു നിബന്ധന, ഒരു കണ്ടീഷൻ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. എവറി ഓർഗനൈസേഷനിൽ കൂടാതെ 250 മെമ്പേഴ്സിനേക്കാൾ കൂടുതലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? സെക്ഷൻ 19 എല്ലാ ഫാക്ടറിയിലും മോർ ദാൻ 250 നമ്പർ ഓഫ് വർക്കേഴ്സ് ഉള്ള ഫാക്ടറിയിലും 2 രീതിയിൽ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോ ഹാവ് ടു ലേൺ വാട്ട് ആർ ദ തിങ്സ്, എന്താണ് അവിടെ എഴുതിയത് എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടാ. വെറുതെ വായിച്ചു പോയത് 2-3 ആവർത്തി വായിച്ചോ. ഓക്കെ, ഇനി നിങ്ങൾ എന്താ പറയാ ഈ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഞാൻ ഇവിടെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. The floors and internal walls up to the height of 90 centimeters of the latrines and the urinals and the sanitary blocks have to be laid in glazed tiles എന്നുള്ള ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഗ്ലേസ്ഡ് ടൈൽസ് വരെ മതി. ഓക്കെ, ആ ബി എന്ന് പറഞ്ഞ പോയിന്റിനകത്ത് ആ ഒരു സെന്റൻസ് ഗ്ലേസ്ഡ് ടൈൽസ് വരെ. പിന്നെ അടുത്തത് സി പോയിന്റില് ആ സെന്റൻസ് ഫുള്ളും ആണ്, ബിക്കോസ് അതിനകത്ത് ഒരു 1-2 കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പോ എല്ലാ ആഴ്ചയിലും, അതായത് 7 days എന്ന് പറയുമ്പോൾ ഒരു വീക്കാണ്, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇത് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഡിറ്റർജന്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ടന്റ് അണുനാശിനികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്തിട്ടോ എന്തായാലും ക്ലീൻ ചെയ്യണം എന്നുള്ളതും. അതുപോലെ തന്നെ അതിന്റെ ഭിത്തിയും അതിന്റെ ഫ്ലോറും ഒക്കെ നല്ല ഗ്ലേസ്ഡ് ടൈൽസ് ഉപയോഗിച്ചിട്ട് ലേ ഡൗൺ ചെയ്തതായിരിക്കണം, അതൊക്കെ വിരിച്ചതായിരിക്കണം. നല്ല ഗ്ലേസ്ഡ് ടൈൽസ് ഉപയോഗിച്ച് നിലത്തും അതുപോലെ തന്നെ വാൾസിലും എന്ത് ചെയ്യണം, ഒരു 90 centimeter പൊക്കത്തില് അത് ലേ ഡൗൺ ചെയ്തിരിക്കണം, വിരിച്ചിരിക്കണമെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ഈ 2-3 കാര്യങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് ആ ഒരു സെന്റൻസ് ഫുള്ള് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. സെന്റൻസ് അത് വലുതാണ്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ കാര്യം കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ പ്രിസ്ക്രൈബ് ദ നമ്പർ ഓഫ് ലാട്രിൻസ് ആൻഡ് യൂറിനൽസ് ടു ബി പ്രൊവൈഡഡ് ഇൻ any factory in proportion to the number of male and female workers ordinarily employed എന്ന് മാത്രം അവിടെ വരാം. അത് കഴിഞ്ഞിട്ട് വേണ്ട, ആ 2 ലൈനില് സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നില്ല. ക്ലിയർ? അണ്ടർലൈൻ ചെയ്യാനുള്ളത് കിട്ടിയോ? പറയേ, കിട്ടിയോ? യെസ്. നെക്സ്റ്റ് വൺ. Now we are going to learn about the next section, which is section 20 about spit tools. എന്താണ് spit tools എന്ന് പറഞ്ഞാൽ? The place where we spit. നമുക്ക് സ്പിറ്റ് ചെയ്യാനുള്ള ഒരു സാധനം, തുപ്പുക, അതാണ്. പബ്ലിക് പ്ലേസസിലൊക്കെ എന്താ പറയാ, പബ്ലിക് പ്ലേസസ് മീൻസ് ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ അവിടെ എവിടെയെങ്കിലൊക്കെ പരിസരത്തൊക്കെ ഇങ്ങനെ കെയർലെസ് ആയിട്ടൊക്കെ ഇങ്ങനെ ചില ആൾക്കാർ സ്പിറ്റ് ചെയ്യും, അല്ലെ? അത് പാടില്ല. ഇങ്ങനെ നോക്കി ഇതുപോലെയുള്ള ഒരുപാട് വർക്കേഴ്സ് ജോലി ചെയ്യുന്ന ഫാക്ടറീസിലൊക്കെ ഈ ആളുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്പിറ്റ് ചെയ്താൽ മേ ബി വി ഹാവ് സം ഡിസീസസ്, നമുക്ക് ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇനി നമുക്ക് തോന്നിയ സ്ഥലത്തൊക്കെ നമ്മൾ സ്പിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉള്ള രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരൊക്കെ അതിലേക്ക് നടക്കുമ്പോഴോ ഒക്കെ അവരിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പല രീതിയിലൊക്കെ. സോ ടു അവോയ്ഡ് ദിസ്, ഇതിന് വേണ്ടിയിട്ടുള്ള ചില റൂൾസ് ആണ് സെക്ഷൻ 20 സ്പിറ്റ് ടൂൾസിനെ കുറിച്ച് പറയുന്നത്. That means ഒന്നാമത്തെ കാര്യം പറയുന്നത് സ്പിറ്റ് ടൂൾസിനെ കുറിച്ച് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റ് ടൂൾസ് ഷുഡ് ബി പ്ലേസ്ഡ്. അതായത് ആവശ്യത്തിന് എണ്ണം സ്പിറ്റ് ടൂൾസ് എന്താ പറയാ പല സ്ഥലങ്ങളിലായിട്ട്, എല്ലാവർക്കും കൂടി വേണ്ടി ഒരു സ്ഥലത്ത് വന്ന് തുപ്പാനല്ല, അതല്ലാതെ പല പല സ്ഥലങ്ങളിലായിട്ട് ഫാക്ടറിയില് കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന സ്പിറ്റ് ടൂൾസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പിറ്റ് ടൂൾസ് ക്ലീൻ ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസിലായിരിക്കണം. ഫ്രം ടൈം ടു ടൈം അത് എടുത്ത് എന്താ പറയാ അത് ക്ലീൻ ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാനോ അതിനെ ഏതെങ്കിലും രീതിയിൽ ഏത് രീതിയിലാണോ അത് ഡിസ്പോസ് ചെയ്യുന്ന ആ രീതിയിലേക്ക് ആക്കണം. എന്നുവെച്ചാൽ ഹൈജീനിക് ആയിരിക്കണം അതിന്റെ ചുറ്റും സറൗണ്ടിങ്സ് ഒക്കെ. അതായത് ഈ സ്പിറ്റ് ടൂൾസ് വെച്ചിട്ട് അതിന്റെ അടുത്ത് പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പുറത്തേക്കൊക്കെ സ്പിറ്റ് ചെയ്യുന്ന ശീലം ഇല്ലാതെ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ അത് എന്താ പറയാ സ്പിറ്റ് ചെയ്യുന്ന സ്ഥലം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ക്ലീൻ ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആവശ്യത്തിന് എണ്ണം വേണം. ഫാക്ടറിയിൽ എവിടെയൊക്കെയാണ് വർക്കേഴ്സ് കൂടുതലുള്ളത് അപ്പൊ അവിടെയൊക്കെ ആ പരിസരത്തൊക്കെ ഓരോ സ്പിറ്റ് ടൂൾസ് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് എന്താ പറയാ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അത് ഏതെങ്കിലും രീതിയിലുള്ള വെസൽ ക്വാളിറ്റി ആയിരിക്കാം, ഏതെങ്കിലും രീതിയിൽ പുതിയ ടെക്നോളജി ഉണ്ടെങ്കിൽ ആ രീതിയിലാകാം. സോ അപ്പൊ അതനുസരിച്ച് ആളുകൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഇവിടെയൊക്കെ പബ്ലിക് പ്ലേസസിൽ സ്പിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് നമ്പർ സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റ് ടൂൾസ്. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണട്ടാ, മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ പറയണം. നെക്സ്റ്റ് വൺ, ഡിസ്പ്ലേ ഓഫ് നോട്ടീസ് ഓഫ് പ്രൊവിഷൻ ഓഫ് സ്പിറ്റ് ടൂൾസ്. ഇനി see it is said that no person or no employee shall not spit within the premises of the factory. അതായത് നമ്മൾക്ക് ഈ സ്പിറ്റ് ടൂൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പിറ്റ് ടൂൾസിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് പബ്ലിക് പ്ലേസസിലൊക്കെ, അതായത് ആ ഓർഗനൈസേഷന്റെ ആ ഒരു ഫാക്ടറിയോ ഇൻഡസ്ട്രിയോ എന്താണോ അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ സ്പിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ബിക്കോസ് സ്പിറ്റ് ടൂൾസ് ആർ പ്രൊവൈഡഡ് ഫോർ ദാറ്റ് പർപ്പസ്. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്പിറ്റ് ടൂൾസ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ വി ഹാവ് ടു യൂസ് ഇറ്റ്. അതാണ് ഉപയോഗിക്കേണ്ടത്. എന്താ വെച്ചാൽ ആർക്കെങ്കിലും സ്പിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടാണ് സ്പിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. യൂസ് സ്പിറ്റ് ടൂൾസ് ടു സ്പിറ്റ് ചെയ്യാനുള്ള സ്പിറ്റ് ടൂൾസ് ഉപയോഗിക്കുക എന്നുള്ളൊരു ചെറിയ നോട്ടീസും കൂടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അറിയില്ല. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇത് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം കൂടി അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഏതൊക്കെ സ്ഥലത്താണ് സ്പിറ്റ് ടൂൾസ് വെച്ചിട്ടുള്ളത് അവിടേക്ക് ഈ ഒരു നോട്ടീസ് കൂടി
പ്രൊവൈഡ് ചെയ്യണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ പറഞ്ഞിരിക്കുന്നു അക്കോർഡിംഗ് ടു ദ ലോ, നിയമം അനുസരിച്ച്, ഈ പറയുന്ന സെക്ഷന്റെ നിയമം അനുസരിച്ച് എന്തെങ്കിലും ആരെങ്കിലും ഈ പറയുന്ന നിയമം അനുസരിക്കാതെ തോന്നിയോടത്തൊക്കെ പ്രൊഫസസിന് ചുറ്റുമൊക്കെ ഇത് ഉപയോഗിക്കാതെ, സ്പിരിറ്റുവൽസ് ഉപയോഗിക്കാതെ സ്പിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഷുഡ് ബി ഇമ്പോസ്ഡ് പെനാലിറ്റി, അവരിൽ നിന്ന് പെനാലിറ്റി ഈടാക്കണം. മനസ്സിലായോ? പിഴ ചുമത്തണമെന്ന്. ആ പെനാൽറ്റിയെ കുറിച്ച് വീണ്ടും ഒരു കോൺട്രവെൻഷൻ പറയുന്നുണ്ട്. whoever spits in contravention of section 20, സ്പിറ്റൂൾസ് ഉപയോഗിക്കാതെ അതിനെതിരായിട്ട് ഏതെങ്കിലും രീതിയിൽ ആളുകൾ സ്പിറ്റ് ചെയ്താൽ അവർക്ക് ഒരു ഫൈൻ ഈടാക്കണം. ആ ഫൈൻ ഷാൽ നോട്ട് ബി എക്സീഡഡ് 4 rupees ഫൈൻ. 5 രൂപയിൽ കൂടാതെ ഉള്ള ഒരു ഫൈൻ ആയിരിക്കണം. 5 രൂപയിൽ കൂടുതലാവാൻ പാടില്ല എന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, അവര് സ്പിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്ഷൻ 20 പ്രകാരം ആരെങ്കിലും എവിടെയെങ്കിലും സ്പിറ്റൂൾസിലല്ലാതെ സ്പിറ്റ് ചെയ്താൽ 5 രൂപ മാക്സിമം കേട്ടോ, അതാണ് ഫൈൻ ആയിട്ട് ഈടാക്കേണ്ടത്. അതിൽ കൂടുതൽ പാടില്ല എന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? Then according to the law of state government, state government in the prescription അനുസരിച്ചും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റൂൾസ് അനുസരിച്ചും ഗവൺമെന്റ് പറയുന്നു they also take actions. അതായത് നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഫാക്ടറീസിൽ if there is no any location or place for spitools എന്ന് പറയുന്നത് സ്ഥാപിക്കാതെ, അല്ലെങ്കിൽ ആവശ്യം എണ്ണം സ്പിറ്റൂൾസ് സ്ഥാപിക്കാതെ ഈ ആൾക്കാരൊക്കെ അവിടെ എവിടെയൊക്കെ തോന്നിയ പോലെയൊക്കെ ചെയ്തു, എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ സ്പ്രെഡ് ചെയ്തു, അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് അവർക്കെതിരെ, അത്തരം ഫാക്ടറീസിനെതിരെ നടപടികൾ സ്വീകരിക്കാം. ഓൾറെഡി സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾസിൽ പറഞ്ഞിരിക്കുകയാണ് the number of spitools to be provided to the workers. അവിടുത്തെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സ്പിറ്റ് ചെയ്ത് നമ്മളുടെ വർക്കിംഗ് കണ്ടീഷൻസ് എൻവയോൺമെന്റിനെ വൃത്തികേടാക്കുന്ന രീതിയിൽ ആകാതെ ഇത്ര എണ്ണം അത് അവർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന നിയമത്തിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താ പറയാ, അതനുസരിച്ചുള്ള ഫാക്ടറീസിനെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻസ് അത്തരം ഫാക്ടറീസിനെതിരെ എടുക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ എപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹൈജീനായിട്ട്, സ്പിറ്റൂൾസിനെ ഹൈജീനായിട്ടും ക്ലീൻ ആയിട്ടും കീപ്പ് ചെയ്യണം എന്നുള്ളത്, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ റൂൾസിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ ഇത് ഈ പറയുന്ന നിയമങ്ങളൊക്കെ, ഈ സെക്ഷൻസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ലൈസൻസ് വരെ കട്ട് ചെയ്യും. അത് ബിസിനസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ഫാക്ടറിയോ ഇൻഡസ്ട്രിയോ വട്ടവർ ഇറ്റ് മേ ബി, അതിന്റെ ലൈസൻസ് വരെ റദ്ദാക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എവറി ഫാക്ടറീസ് ഹാവ് ടു ഫോളോ ദീസ് സെക്ഷൻസ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ദ എംപ്ലോയീസ്. ഈ പറയുന്ന സെക്ഷൻസിൽ നമ്മളിപ്പോ വായിച്ചു കേട്ട 11 മുതൽ നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 ചാപ്റ്റർ 3 ഉൾപ്പെട്ടിരിക്കുന്ന സെക്ഷൻസ് ഫ്രം 11 to 20 വരെയുള്ള ഓരോ സെക്ഷൻസിലും ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഫോളോ ചെയ്യാൻ എവറി ഫാക്ടറി റെസ്പോൺസിബിൾ ആണ്. ആൻഡ് ഇഫ് ദേ ആർ എന്താ പറയുക അഗെയിൻസ്റ്റ് സച്ച് സെക്ഷൻസ്, ഇതിനെതിരെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നില്ല, ഈ പറയുന്ന കാര്യമൊന്നും ചെയ്യാതെ മാക്സിമം ജോലി ഏൽപ്പിക്കുക, ജോലിക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കട്ടെ, അവരുടെ ഹെൽത്തിനൊന്നും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ള മെന്റാലിറ്റി ആണെങ്കിൽ ഗവൺമെന്റ് ക്യാൻ ടേക്ക് ആക്ഷൻസ്. ഓക്കെ, അപ്പൊ അത് ഇതിനും അങ്ങനെ തന്നെയാണ്. ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ബിസിനസ് എന്ന് പറയുന്നത് നാടിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ജോലിക്കാർക്കും ഒക്കെ എന്താ പറയാ, അവരുടെ ആരോഗ്യത്തെ ഹാനികരമാകുന്ന രീതിയിൽ ആണ് ചെയ്യുന്നതെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. സ്പിറ്റൂൾസിന്റെ ഇൻ എവരി ഫാക്ടറി എന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റൂൾസ്, അതൊക്കെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. കൺവീനിയന്റ് പ്ലേസസിൽ ആവശ്യത്തിന് എണ്ണം സ്പിറ്റൂൾസ് കീപ്പ് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും. പിന്നെ അടുത്തത് ഡിസ്പ്ലേ ഓഫ് നോട്ടീസ് എന്ന് പറയുന്ന പോയിന്റിനകത്ത് എ നോട്ടീസ് കണ്ടെയ്നിങ് ദ പ്രൊവിഷൻസ് of spitools in the factory shall be prominently displayed at the suitable places in the premises. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അടുത്തത് ഈ പറയുന്ന സെക്ഷൻ 20 പ്രകാരം പ്രവർത്തിക്കാത്ത ആരെങ്കിലും, അതിന് എതിരായിട്ട് എഗൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ നോട്ട് എക്സീഡിംഗ് ₹5 എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യണം. 5 രൂപയിലെങ്കിൽ കുറയാത്ത ഫൈന് അവരിൽ നിന്ന് ഈടാക്കുന്നതായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ
rules by the state government. State government may make rules prescribing the type and the number of spittoons to be provided and their location in any factory. Adu എവിടേക്കാണ് സ്പിറ്റൂൾസ് വെക്കേണ്ടത്, എത്ര എണ്ണം വെക്കണം, ഏത് ടൈപ്പിൽ ഉള്ള സ്പിറ്റൂൾസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റും അനുശാസിക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് അണ്ടർലൈൻ ചെയ്യാനുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. Yes. Now, what is the importance of employee health at workplace? എന്തിനാണ് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ എംപ്ലോയീസിന്റെ ഹെൽത്തിന് കൊടുക്കുന്നത്? Is it important to protect the health of employees? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തത്, എല്ലാ ഓർഗനൈസേഷനിലും it is the most important thing to protect the health of the employees to reduce. അങ്ങനെ അതായത് ഓരോ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം, അതുകൊണ്ടുള്ള കോട്ടം എന്താണ്? ഈ എംപ്ലോയീസിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? there will be decreased output. കണ്ടോ, നെഗറ്റീവായിട്ടാണ് തുടങ്ങിയേക്കുന്നത്. in every organization factors such as decreased output. എംപ്ലോയീസ് ഹെൽത്തി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് പഠിപ്പിക്കാനോ അതിനൊക്കെ, പക്ഷേ അവരില് ഭൂരിഭാഗം ആളുകളും എന്താ പറയാ അൺഹെൽത്തിയാണ്. രോഗം, പല രീതിയിലുള്ള രോഗം, അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെയാണ്. അപ്പൊ പല ആളുകളും അവര് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല. ചിലർ ലീവ് ആകുന്നു, ആബ്സെന്റ് ആകുന്നു, അപ്പോൾ പ്രൊഡക്ഷൻ കുറയും. വന്നേക്കണവര് തന്നെ രോഗങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ ഉള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ആ രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷെ എങ്കിലും അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ അവർക്ക്, നമുക്കിപ്പോ രോഗമുള്ളപ്പോ ചെയ്യുന്ന ജോലിയും രോഗമൊന്നുമില്ലാതെ നമ്മൾ വളരെ ഹെൽത്തിയാണ്, മൈൻഡ് ഫിസിക്കലി മെന്റലി ഒക്കെ ഹെൽത്തി ആണെങ്കിൽ അത് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്ഷൻ കൊണ്ടുവരും. അത് ഏത് പ്രൊഡക്ഷനിലായിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ. ഈ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ എല്ലാ ദിവസവും ഓരോ ജോലികൾ, ഈ റുട്ടീൻ പോലെ എല്ലാ കാര്യവും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഒരു വീടുകളിൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുന്നു, പാത്രം കഴുകുന്നു, അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്താ പറയാ വളരെ ഹെൽത്തിയാണ്, മെന്റലിയും ഹെൽത്തിയാണ്, ഡിസോർഡർ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് തരുന്നത് നമ്മളുടെ കൂടെ ഉള്ളവരാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് എന്താ പറയാ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ അലട്ടുന്ന രീതിയിലുള്ള സങ്കടപ്പെടുത്തുന്നതോ ദേഷ്യപ്പെടുത്തുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി നമുക്ക് ചുറ്റും നമ്മുടെ വീട്ടിലുള്ളവരിൽ നിന്ന് അനുഭവം ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ മെന്റലി ഡിസോർഡർ, മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെടും. ആൻഡ് ഇപ്പൊ നമ്മള് അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ല, തലവേദന, ചുമ, പനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തും ഓക്കെ അല്ല. ഈ രണ്ട് സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലി, സാധാ ദിവസം ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ജോലി, ആ ജോലി തന്നെ ഇപ്പൊ വേറെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല, നമുക്ക് നമ്മള് പറ്റുന്നില്ല. നമ്മൾ ആ ഒരു എന്താ പറയാ ഡിപ്രസ്ഡ് മൈൻഡോടെ എന്താ പറയാ ഫിസിക്കൽ ഹെൽത്തിനെസ് ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ എന്താ പറയാ കുറവായിരിക്കും. അത് തന്നെയാണ് ഓർഗനൈസേഷനിലും. അപ്പൊ ഡിക്രീസ്ഡ് ഔട്ട്പുട്ട് ഉണ്ടാകും. എന്താ പറയാ എക്സസീവ് ആയിട്ടുള്ള ഹസാർഡസ് ആക്ഷൻസ് എന്ന് വെച്ചാൽ അപകട സാധ്യതകൾ, അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിക്കും. അപകടങ്ങൾ ഈ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അപകടങ്ങളും. ചിലപ്പോൾ എംപ്ലോയീസ് തമ്മിൽ മെന്റലി ഓക്കെ അല്ല, മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല എങ്കിൽ പല തരത്തിലുള്ള വാക്തർക്കങ്ങൾ വരും, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെ കെയർലെസ് ആയിട്ട് ചെയ്യും, അപ്പോഴും അപകടങ്ങൾ ഉണ്ടാകും. ഓക്കെ. ദെൻ ഓൾസോ ഇൻക്രീസ് ഇൻ ലീവ്സ്, കൂടുതൽ ആളുകൾ ലീവ് എടുക്കും. ഇതൊക്കെ എന്തിന്റെ ഫലമാണ്? അതായത് നമ്മുടെ എംപ്ലോയീസ് ഹെൽത്തി അല്ലാത്തതിന്റെ ഫലമാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ എംപ്ലോയീസ് ഹാവ് സിക്നസ്, if they are down with the sickness, രോഗങ്ങളൊക്കെ വന്ന് ആളുകൾ എംപ്ലോയീസ് വളരെ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ it will lead to such activities or such factors. ഇത്തരം ഫാക്ടേഴ്സിലേക്കാണ് നയിക്കുക. ഡിക്രീസ്ഡ് ഔട്ട്പുട്ട്, എക്സസീവ് ഹസാർഡസ് ആക്ഷൻസ്, പിന്നെ എക്സ്ട്രാ ലീവ്സ്, ഇതൊക്കെ കൂടും. അങ്ങനെ വരുമ്പോ അതേസമയം when the employees are free from any unhealthy problems, അതായത് അൺഹെൽത്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഇന്നൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എംപ്ലോയീസ് എങ്ങനെയാകും? പങ്ക്ച്വൽ ആയിരിക്കും, കൃത്യസമയത്ത് വരുന്നു, ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് അല്ലെ, നല്ല റീൽഡ്, നല്ല ഔട്ട്പുട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു സെക്യൂരിറ്റി അവയർനെസ്, നമ്മൾ രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ വന്ന് ജോലി ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, രോഗമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ക്രൂഷ്യൽ, ഓർ അതിന്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഒരു എംപ്ലോയി ഇഫ് ദേ ആർ ഹെൽത്തി, ദേ റിമെയിൻസ് ഓൾസോ ഹാപ്പി.
എപ്പോഴും നമ്മൾ ഹെൽത്തി ആണെങ്കിൽ മെന്റൽ ഹെൽത്തും നമ്മുടെ സോഷ്യൽ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഒക്കെ വളരെ ഓക്കെ ആണെങ്കിൽ, എല്ലാം നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും പോകേണ്ട കാര്യം. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മുടെ കോൺഫിഡൻസും വർദ്ധിക്കും അല്ലെ. നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ കോൺഫിഡൻസോടുകൂടി ചെയ്യാം, കാരണം നമ്മൾ എല്ലാ രീതിയിലും ഓക്കെ ആണെങ്കിൽ. സോ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബെനിഫിറ്റ് ടു ദ ഓർഗനൈസേഷൻ. ഇങ്ങനെ എംപ്ലോയീസ് വളരെ ഹാപ്പി ആയിട്ടും സെൽഫ് കോൺഫിഡന്റ് ആയിട്ടും while they are working, it increases the benefit or advantages of the organization. അത് ഓർഗനൈസേഷന്റെ വലിയ നേട്ടം തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയി ഉണ്ടാകുക, അവർ വളരെ ഹെൽത്തി ആയിട്ട് ജോലി ചെയ്യുക, അവർ വളരെ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് മറ്റുള്ളവരാരും ഉണ്ടാതെ തള്ളാതെ എന്റെ സ്വയം എന്താ പറയാ മോട്ടിവേറ്റഡ് ആയിട്ട് എന്റെ കോൺഫിഡൻസ് തന്നെ ഉള്ളിൽ പിടിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയുന്നത് എംപ്ലോയി ഹെൽത്തിന്റെ. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ ആ സെന്റൻസുകൾ ഇമ്പോർട്ടന്റ് ഉള്ളതുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ സെന്റൻസ് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് എംപ്ലോയീസ് സിക്ക് ആയിരിക്കുന്ന സമയത്ത് അതിന്റെ അനന്തര ഫലങ്ങൾ, എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്? സച്ച് ആസ് ഡിക്രീസ്ഡ് ഔട്ട്പുട്ട്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ 3 സെന്റൻസും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി എംപ്ലോയീസ് ഹെൽത്തി ആവുമ്പോൾ ഫ്രീ ഫ്രം സിക്നസ് ഒന്നും ഇല്ലാതെ ആകുന്ന സമയത്ത് അവരുടെ ഒരു ഇതെങ്ങനെയായിരിക്കും? ഡിഫറെന്റ്, അതായത് അവര് എന്താ പറയാ പങ്ക്ച്വൽ ആയിരിക്കും, അവരുടെ ഒക്യുപ്പേഷനിൽ പങ്ക്ച്വൽ ആയിരിക്കും, നല്ല yield ഓഫ് ഔട്ട്പുട്ട്, നല്ല ഔട്ട്പുട്ട് കിട്ടും, ഗ്രേറ്റർ സെക്യൂരിറ്റി അവയർനെസ്, അത് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് ദ തേർഡ് സെന്റൻസ് ഓൾസോ, ഒരു ഹെൽത്തി എംപ്ലോയി ഓൾസോ റിമെയിൻസ് ഹാപ്പി ആൻഡ് സെൽഫ് കോൺഫിഡൻസ് വിച്ച് ഈസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ സെന്റൻസ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസിൽ ഫസ്റ്റ് പോയിന്റിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഇനി അടുത്ത പോയിന്റ് എന്താ? ഓർഗനൈസേഷണൽ എക്സ്പെൻസ് വിൽ ഡിക്രീസ്. എംപ്ലോയീസ് ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ പലതരത്തിലുള്ള ചെലവുകൾ ഓർഗനൈസേഷനിൽ കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അൺഹെൽത്തി ആകുക, ഇപ്പൊ എന്തെങ്കിലും രോഗം വന്നു, നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം അവിടെയുള്ള എംപ്ലോയീസിന് വന്നു, അപ്പൊ എന്ത് ചെയ്യണം? ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണോ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ഹെൽത്ത് പ്രോബ്ലം, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അതിന് ചെലവാകും. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എങ്ങനെയൊക്കെ ചെലവുകൾ വരും. ചിലപ്പോൾ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും അല്ലെ, ഡോക്ടറെ അടുത്ത് പോകാതെ എന്തെങ്കിലും അസുഖം വന്നു. കാരണം ഹെൽത്തി അല്ലാത്ത എംപ്ലോയീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവര് ആക്സിഡന്റലി എന്തെങ്കിലുമൊക്കെ വരുത്തി വെക്കും. ചിലപ്പോൾ ചില ഇഞ്ചുറീസ് ആകാം, ചില അപകടങ്ങളാകാം. അപ്പൊ അതിന് പോയിട്ട് പെട്ടെന്ന് ചിലപ്പോ മരുന്നൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ എക്സ്ട്രാ ചെലവുകളാണ്. അപ്പൊ എക്സ്ട്രാ ചെലവുകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ എന്തുകൊണ്ട് പറ്റും? നമ്മുടെ എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിലും പറ്റും. ആൻഡ് ഓൾസോ അതാണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് വെൻ ദർ ഈസ് റോബസ്റ്റ് ഇൻഡസ്ട്രിയൽ വെൽബീയിങ്. റോബസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാ വളരെ നല്ലത് അല്ലെ, നല്ല രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എങ്കിൽ, എല്ലാവരും വളരെ പെർഫെക്റ്റ് ആണ്, ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പലതരത്തിലുള്ള കോസ്റ്റുകളെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ the organization can also avoid some compensation which is to be paid to the employees at the workplace accidents. അത് വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞത് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊന്നും, അപ്പൊ അതിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ജോലി സംബന്ധമായിട്ടുള്ള എന്താ പറയാ ശ്രദ്ധയില്ലായ്മ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാതെ അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അപ്പൊ അതിന് അവർക്ക് എന്തെങ്കിലും പറ്റി, അതനുസരിച്ച് കോമ്പൻസേഷൻസ് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ വലിയ ചെലവാണ്. ഇതൊക്കെ കുറയ്ക്കാൻ എംപ്ലോയി ഹെൽത്തി ആയിരുന്നാലേ പറ്റുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ എന്ന് പറയും. Third one, an image of the organization is socially responsible to be created at the sound industrial health. ഒരു നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഹെൽത്ത്, നല്ല രീതിയിൽ സൗണ്ട് മീൻസ് ഗുഡ് എന്നാണ്. നല്ല ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഒരു ഓർഗനൈസേഷന്റെ അകത്ത് ജോലി ചെയ്യുന്ന എല്ലാവരും ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് സമൂഹത്തിനെ സംബന്ധിച്ച് അവരോടുകൂടിയുള്ള ഒരു ഉത്തരവാദിത്തമാണ്.
ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എല്ലാവരും തന്നെ പെർഫെക്റ്റ്ലി ഹെൽത്തി ആണ് എങ്കിൽ പുറത്ത് ആളുകൾ പറയും അവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, നല്ല പ്രൊഡക്ടിവിറ്റി അവിടെ ഉണ്ട്. ജോലിക്കാര് എല്ലാവരും എനർജറ്റിക് ആണ്, ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെങ്കിൽ നല്ല പ്രൊഡക്ഷൻ കിട്ടും. പ്രൊഡക്ഷൻ കൂടുമ്പോ പ്രോഫിറ്റബിലിറ്റി കൂടും അല്ലെ? ആ ഓർഗനൈസേഷന്റെ ഇമേജ്, പുറത്തുള്ള ഇമേജ് വർദ്ധിക്കും. കണ്ടോ? അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നെങ്കിലും അതിന്റെ ബെനിഫിറ്റ് വളരെയധികമാണ്. മനസ്സിലായി? എംപ്ലോയീസ് ഹെൽത്തി ആകുക എന്നുള്ളത് മാത്രമല്ല, എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ഹൈ പ്രൊഡക്ടിവിറ്റി, കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. ഇറ്റ് ലീഡ്സ് ടു ഹൈ പ്രോഫിറ്റബിലിറ്റി, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. സോഷ്യലായിട്ട്, സാമൂഹികപരമായിട്ട് ആ സമൂഹത്തില് ആ ഓർഗനൈസേഷന് ഒരു സ്ഥാനം കിട്ടും, ഒരു നല്ല പോസിറ്റീവ് ഇമേജ് കിട്ടും. ഓക്കെ, കണ്ടോ? അത്തരം ഓർഗനൈസേഷനെ കുറിച്ച് ആൾക്കാർ പറയും, ഓ നല്ലൊരു ബിസിനസ് ആണ് കേട്ടോ, നല്ലൊരു ഓർഗനൈസേഷൻ ആണ്, എല്ലാം പക്കയാണ്, ഓക്കെ ആണ് അല്ലെ, ഭയങ്കര ലാഭമാണ് അവർ ഉണ്ടാക്കുന്നത്, അവരുടെ കഴിവാണ്, എല്ലാ എംപ്ലോയീസിന്റെയും കഴിവാണ്, മാനേജ്മെന്റിന്റെ കഴിവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇത് പുറത്തൊരു ഇമേജ് കിട്ടുക എന്ന് കൂടി ഈ ഓർഗനൈസേഷൻ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് തന്നെയാണ് അടുത്തത് പറയുന്നത്. ഇറ്റ് പ്രിസർവ്സ് ആൻഡ് എൻഷുവേഴ്സ് എൻഹാൻസ്മെന്റ് ഓഫ് ബ്രാൻഡ് വാല്യൂ ആൻഡ് ഇമേജ്. ഉള്ള ഇമേജിനെ, ഉള്ള ഗുഡ് വില്ലിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാൻ. മനസ്സിലായോ? എംപ്ലോയീസ് ഓൾ ടൈം ഹെൽത്തി ആണെങ്കിൽ അത് കൂടുതൽ അതിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും, കൂടുതൽ അതിന്റെ ഗുഡ് വില്ല് വർദ്ധിപ്പിക്കും. അതിനും സാധ്യതയുണ്ട്. എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? നല്ല ഹൈ ലെവലിൽ നിന്നിരുന്ന ഗുഡ്വില്ലുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. പക്ഷെ ഒരു ഇട വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് എംപ്ലോയീസിന് പലതരത്തിലുള്ള അവിടുത്തെ ക്ലെൻലിനെസ് ഇല്ലായ്മ, ശുചിത്വമില്ലായ്മ കൊണ്ടോ, അവർ നല്ല എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ടുള്ള യൂറിനൽസോ ലാട്രിൻസോ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും, ഡ്രിങ്ക്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ട് എല്ലാവരുടെയും കൂട്ടത്തോടെ വയ്യാണ്ടായി, അസുഖങ്ങൾ വന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബ്രാൻഡ് ഇമേജും അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ഒക്കെ ഇങ്ങനെ താഴേക്ക് പോകും. കണ്ടോ? മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അത് ഉള്ളതിനെ ഇംപ്രൂവ് ചെയ്യിക്കാനാണ് നോക്കേണ്ടത്. അതിന് ഏറ്റവും റൂട്ട് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ ഹെൽത്തി ആക്കുക എന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, വരണം നോക്കിയതാണ്. നെക്സ്റ്റ് വൺ, അഞ്ചാമത്തെ എന്താണ്? ഇറ്റ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ് ആൻഡ് ബൂസ്റ്റ് ദെയർ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ. ഹെൽത്തി ആയിരിക്കുന്ന എംപ്ലോയീസ് എപ്പോഴും ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനോടൊപ്പം നിൽക്കും. കാരണം എന്താ? അവർ ഹെൽത്തിയാണ്, ഹാപ്പിയാണ്. ഹെൽത്തി ആവുമ്പോ ഹാപ്പിനെസ് ഉള്ളിൽ വരും. ഞാൻ എന്റെ ഓർഗനൈസേഷനിൽ വളരെ ഹാപ്പിയാണ്, എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് എന്റെ എല്ലാ ജോലിയും ചെയ്യാം. അത് എംപ്ലോയി ഹെൽത്തി ആകുമ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എംപ്ലോയീസിന് സ്വയം മോട്ടിവേറ്റഡ് ആകുകയാണ്. എനിക്ക് ഇനി നന്നായി ജോലി ചെയ്യണം അല്ലെ? അത് അവരുടെ ജോലിയെ ബൂസ്റ്റപ്പ് ചെയ്യിക്കുന്നു, അവരുടെ കമ്മിറ്റ്മെന്റ്, ആ ജോലി ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അത് ഓർഗനൈസേഷന് വലിയൊരു നേട്ടം തന്നെയാണ്. ഇപ്പൊ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് സ്വയം മോട്ടിവേറ്റഡ് ആയി, എന്താ പറയാ, അവര് എംപ്ലോയീസ് ജോലി ചെയ്യുന്നു, അവരുടെ പൂർണ്ണമായ, അതായത് കൂടുതൽ കമ്മിറ്റ്മെന്റോടുകൂടി ജോലി ചെയ്യുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ദ ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് വലിയ നേട്ടമാണ് ഉണ്ടാക്കി കൊടുക്കുക. Then the last one is workforce is inspired to remain fit physically and mentally. ആരോഗ്യമുള്ള സമയത്ത് അവർ വിചാരിക്കും എപ്പോഴും ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കണം, ഫിസിക്കലി മെന്റലിയും എനിക്ക് എപ്പോഴും ഫിറ്റ്നസ് സൂക്ഷിക്കേണ്ട ഒരാളാണ് എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷനും അവിടുത്തെ തൊഴിൽ സമൂഹത്തിന് ഒരുമിച്ചുണ്ടാകുന്നു. നമുക്ക് ആർക്കും രോഗം വരാൻ പാടില്ല, നമ്മുടെ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷന്റെ ഇമേജിനെ അത് ബാധിക്കും എന്നുള്ള ബോധ്യം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? all the workers together, അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് അവരെന്ത് ചെയ്യുന്നു? They do whatever it may be for the fitness of mental fitness and also physical fitness. നമ്മുടെ മെന്റൽ ഫിറ്റ്നസും ഫിസിക്കൽ ഫിറ്റ്നസും വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകാനായിട്ട് ബാക്കി എല്ലാ എംപ്ലോയീസും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് അവർക്കൊരു മോട്ടിവേഷൻ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ക്ലിയർ? ക്ലിയർ ആയോ? ഇമ്പോർട്ടൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ ആ പോയിന്റിൽ, ഒന്നാമത്തെ പോയിന്റിലായിരുന്നു 2-3 സെന്റൻസ് നമുക്ക് കൂടുതലും അണ്ടർലൈൻ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. അപ്പൊ എംപ്ലോയീസ് എത്രത്തോളം ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇൻ ആൻ ഓർഗനൈസേഷന്റെ ഹെൽത്തിന്. ക്ലിയർ ആയല്ലോ? പറഞ്ഞോട്ടെ, അടുത്തത് പോയി പറഞ്ഞാലോ?
നെക്സ്റ്റ് it is the last part of our chapter. ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗമാണ്. എംപ്ലോയിയുടെ കുറെ കാര്യങ്ങളാണ് നമുക്ക് എല്ലാ ചാപ്റ്ററിലും ഉള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ എംപ്ലോയി ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയീസ് ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ, അതിന്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. എംപ്ലോയിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിപ്ലിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. മൂന്നാമത്തത് ഇതിനകത്ത് ഭാഗം എന്ന് പറയുന്നത് എംപ്ലോയി ഹെൽത്ത്, എംപ്ലോയിയുടെ ആരോഗ്യം സംബന്ധിക്കുന്ന കാര്യത്തെ കുറിച്ചായിരുന്നു നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. എന്താണ് അതിനകത്ത് കുറെ സെക്ഷൻസും അതിന്റെ ഇമ്പോർട്ടൻസ്, എംപ്ലോയി ഹെൽത്തി ആകേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യവുമാണ് പറഞ്ഞത്. നൗ ഇതിന്റെ ലാസ്റ്റ് പാർട്ടാണ് എംപ്ലോയി സേഫ്റ്റി. ആസ് ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഇൻഡിക്കേറ്റ്സ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പോലെ ലാസ്റ്റ് ഭാഗം എംപ്ലോയി സേഫ്റ്റി ആണ്. എംപ്ലോയി ഹെൽത്തും എംപ്ലോയി സേഫ്റ്റിയും രണ്ടും രണ്ടാണ്. എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്, അവരെങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്നു, ഈ പറയുന്ന ആരോഗ്യങ്ങളാണ് ഒരു എംപ്ലോയിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടത്. എന്നാൽ അവർ ഹാപ്പി ആയിട്ട് അവരുടെ ജോലി കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യുള്ളൂ. ഇനി എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് എന്താ? സുരക്ഷിതത്വമാണ്, എംപ്ലോയിയുടെ സുരക്ഷിതത്വം. അപ്പൊ എംപ്ലോയീസ് ഒരു എന്താ പറയുക ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഹാവ് ടു ബി സേഫ്. അവര് ഏത് രീതിയിലും സേഫ് ആയിട്ടിരിക്കണം, അവരുടെ ആരോഗ്യം സേഫ് ആയിരിക്കണം. അപ്പൊ അതേ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തും കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എംപ്ലോയി സേഫ്റ്റി ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, അതിനെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്നും പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് it is some practices or rules which is put into effect so that it may threaten the damage, injury and hazard to property, person or any place or any section, including producing, manufacturing, processing of merchandise is minimized. അതായത് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം ചില ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതിനകത്ത് പല പ്രോസസ്സിങ്സ് നടക്കുന്നുണ്ട്. ഇനി അതെല്ലാം പ്രോസസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കൾ മെർക്കൻഡൈസ് ചെയ്യുന്നവർക്ക് കച്ചവടം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉള്ള പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ പേഴ്സൺ, ആളുകള്, അതിനൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയുണ്ട്. പ്രൊഡക്ഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ട്രേഡിംഗ് നടക്കുന്ന സമയത്ത്, എന്താ പറയാ, നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്തൊക്കെ പലതരത്തിലുള്ള ഡാമേജസോ ഇഞ്ചുറീസോ ആളുകൾക്കോ ആ വസ്തുക്കൾക്കും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെ, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ, എന്തെങ്കിലും ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ എന്തെങ്കിലും സംഭവിക്കില്ല. ഇഫ് ദേ ആർ യൂസിങ് ബിഗ് മെഷീനറീസ്, വലിയ മെഷീനറീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടല്ലോ, വാർത്തയിലൂടെയോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, മെഷീന്റെ അകത്ത് പെട്ടുപോകുക, ഇല്ലേ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? റണ്ണിങ് എ മെഷീൻ, ഒരു മെഷീനറി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൈ പോകുക, കൈ നഷ്ടപ്പെട്ടു എന്ന്, മനുഷ്യൻ അങ്ങനെ തന്നെ ഇതിനുള്ളിലേക്ക് പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ട് മതിയായി എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പറഞ്ഞു ടീച്ചർക്ക് വായും കഴിക്കണില്ലേ എന്നാവോ? നിങ്ങള് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അവിടെ ലൈവായിട്ടിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. അപ്പൊ ഒന്ന് ഒരു SM ഒക്കെ ഇട്ടേക്ക്. ഓക്കെ, നമ്മളങ്ങനെ ഒരുപാട് അങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഹൗ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ വിചാരിക്കും എല്ലാ ജോലിയും വളരെ എളുപ്പമെന്ന്. ഒത്തിരി മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, മെഷീൻസിന്റെ ഒക്കെ ഹെൽപ്പോടുകൂടി ഒരുപാട് എന്താ പറയാ സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, ജോലിയുടെ ഒക്കെ ഭാരം കുറച്ച് വളരെ ലളിതമായ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ പറയും. പക്ഷെ എങ്കിലും there are some factories, ചില വലിയ ഫാക്ടറീസ് ഉണ്ട്, അവിടെ വലിയ മെഷീൻസ് കൈകാര്യം ചെയ്യുന്ന ഇപ്പോഴും ആ ഒരു ലെവലില് പ്രൊഡക്ഷൻ പർപ്പസിൽ ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ മനുഷ്യന്മാർ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. So while handling these machines, ഈ മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് there may occur some damages or injuries to that particular employee or employees. അത്തരം മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള വലിയ അപകടം നിറഞ്ഞ മുറിവുകളോ അല്ലെങ്കിൽ ഈവൺ അവരുടെ ലൈഫ് വരെയും എന്താ പറയാ നഷ്ടപ്പെട്ടു പോകുന്ന ഡാമേജസ് ഒക്കെ, അപകടങ്ങളും അതുപോലെ തന്നെ ഡാമേജസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. മെഷീൻസിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സോ അതിനെയൊക്കെ കുറയ്ക്കുക, അത്തരം ഭീഷണികളെ, അത്തരം ആ ത്രെട്ടൊക്കെ ഇല്ലാതാക്കുക, അതൊക്കെ ഒന്ന് ലഘൂകരിക്കുക. അതാണ് എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എംപ്ലോയീസ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാം, അവരുപയോഗിക്കുന്ന മെഷീനറിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഇതല്ല,
അപ്പൊ അതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെയും മറ്റു കാര്യങ്ങളെയൊക്കെ റെഡ്യൂസ് ചെയ്യുക, മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ എവറി ഫാക്ടറീസ്, എസ്പെഷ്യലി ദോസ് ഹു ആർ വർക്കിംഗ് വിത്ത് മെഷീൻസ്, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ അത്തരം ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം മെഷീൻസ് കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ വർക്കേഴ്സിന്റെ അത്തരം വർക്കേഴ്സിന് സേഫ്റ്റി ടു ബി പ്രൊട്ടക്റ്റഡ്, അവർക്ക് വളരെ സുരക്ഷിതത്വം നൽകേണ്ട ഒരു കാര്യമാണ് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ്ലി ഇത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഡേഞ്ചറസ് മെഷീൻസ് കൈകാര്യം ചെയ്യുന്നവർക്കാണ് അത്തരം പ്രൊട്ടക്ഷൻ കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പൊ അത് സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഈ എംപ്ലോയി സേഫ്റ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ സോ ദ എംപ്ലോയേഴ്സ് ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി, എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, എംപ്ലോയീസിന്റെ ആരോഗ്യമല്ല, എംപ്ലോയീസിന് സംരക്ഷണമാണ്. മനസ്സിലായോ? മെഷീന്റെ ഇടയിൽ പെടുക, മെഷീന്റെ ഇടയിൽ പെട്ടിട്ട് കാലോ കയ്യോ ഒക്കെ നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതൊക്കെ വന്ന് തലയിലോ കണ്ണിലോ ഒക്കെ തുളച്ചു കയറുക. സോ ഇതാണ്, അല്ലാണ്ട് മറ്റേ ആരോഗ്യവുമായിട്ട് രണ്ടും നമ്മൾ ക്ലാഷ് ആക്കരുത്, അതാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ എംപ്ലോയീസ് ദേ ആർ നോട്ട് ഫ്രീ or they are not free from their responsibility. അവർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി മറിയാൻ പറ്റില്ല. എന്ത് ജോലി ചെയ്യിപ്പിക്കുമ്പോഴും ചില ഡേഞ്ചറസ് കണ്ടീഷൻസിലുള്ള ജോലിയാണ് ആ പർട്ടിക്കുലർ വർക്കർ ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു സേഫ്റ്റി മെഷേഴ്സ് ഹാവ് ടു ബി ടേക്കൺ ഇൻ ദ എൻവയോൺമെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ അത്തരം എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവരുടെ ലൈഫിന് ഡേഞ്ചർ ഉണ്ടാക്കാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് വേണം അവരെ ജോലി ചെയ്യിപ്പിക്കാൻ. നിങ്ങൾക്ക് മാസം ശമ്പളം തരുന്നുണ്ട് അല്ലെങ്കിൽ ഡെയിലി വേജസ് തരുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ നിങ്ങൾ റിസ്ക് എടുക്കണം, കാരണം നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ടല്ലോ. അതല്ല, അവരെ ജോലി ചെയ്യിപ്പിക്കണം. ഇനിയും ആ ജോലി ചെയ്യാൻ പുറത്തുനിന്ന് നമുക്ക് വേറെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരും റെഡി ആയിട്ട് മുന്നോട്ട് വരണം. എങ്ങനെ വരും? ഇപ്പൊ എനിക്കൊരു സുരക്ഷിതത്വം ഇല്ല, ഞാൻ എന്നോട് പറയണത് ഇന്ന ജോലി നീ ചെയ്യണം എന്ന് പറഞ്ഞു, ഞാൻ നോക്കുമ്പോ ഇത്തിരി അപകടം പറഞ്ഞ ജോലിയാണല്ലോ, ഹൗ ക്യാൻ ഐ ഡു ഇറ്റ്, ഞാൻ അതെങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ച് അന്നൊക്കെ കുത്തി നിൽക്കുകയാണ്. പക്ഷേ ഇഫ് ദ എംപ്ലോയർ പ്രൊവൈഡ് സം സെക്യൂരിറ്റി ടു സേവ് മൈ ലൈഫ് ഇൻ എനി കണ്ടീഷൻസ്, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ സേവ് ചെയ്യാനുള്ള മെഷേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു എന്താ പറയാ ഒരു പ്രോമിസ് നമുക്ക് തരികയാണെങ്കിൽ anybody will be ready. കാരണം ജോലി ഇല്ലാണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ജോലി ചെയ്യാൻ അവര് എന്താ പറയാ വരും. അതല്ല, ഇത്തരം ഡേഞ്ചറസ് കണ്ടീഷനിൽ ജോലി ചെയ്തിരുന്ന ഒരാള് ചിലപ്പോ എന്തെങ്കിലും അപകടം വന്നു, ആളുടെ കയ്യോ കാലോ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, ഇനി ആ ജോലിക്ക് റിപ്ലേസ് ചെയ്യാൻ മറ്റൊരാളെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുമോ? കിട്ടില്ല. ബിക്കോസ് അവരുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എംപ്ലോയർ അവിടെ ആ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഈ അപകടം വന്നത്. അപ്പൊ മറ്റൊരാൾ പിന്നെ എങ്ങനെ റെഡിയായി വരും? കാരണം അവരുടെയും ലൈഫ് ഡേഞ്ചറിലേക്കല്ലേ പോകുള്ളൂ. So, in order to give protection to their ലൈഫിന് പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് എംപ്ലോയി സേഫ്റ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എംപ്ലോയി ഹെൽത്തും എംപ്ലോയി സേഫ്റ്റിയും രണ്ടാണ്. അത് രണ്ടും നമ്മൾ ക്ലാഷ് ആക്കരുത്. എംപ്ലോയി ഹെൽത്തി എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് വരാവുന്ന സാധ്യതയുള്ള രോഗങ്ങളാണ്. അത് രോഗങ്ങൾ ഇങ്ങോട്ട് കയറി പിടിക്കുന്നതാണ്. ക്ലെൻലിനെസ് ഇല്ലായ്മ, ആവശ്യത്തിന് വെള്ളമില്ലായ്മ, അവിടെ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ടിട്ട് സ്വയം അവിടെയുള്ള ജോലിക്കാരെ തന്നെ അസുഖങ്ങൾ വരുത്തി വെക്കുക. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻസ് അതാണ് സെക്ഷൻസിൽ നമ്മൾ പറഞ്ഞത്. അതല്ലാതെ ഇവിടെ സേഫ്റ്റി ആണ്. ഞാൻ ഇന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം, എന്താ പറയാ, ഭയങ്കര വലിയ പവർ പ്ലാന്റ് ഒക്കെ, വലിയ പവർ പ്ലാന്റ് ഭയങ്കരമായിട്ട് എത്ര വാട്ട്സ് ഒക്കെ ഹൈ വോൾട്ടേജ് ഒക്കെ ഉള്ള ചില പവർ പ്ലാന്റിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അതിനുമായിട്ട് നേരിട്ട് ബന്ധം ആ മെഷീനറീസ് ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ, അവരുടെ ലൈഫിനെ സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ് കൊടുക്കണം. അത് ഉപയോഗിച്ച് മാത്രമേ ഇത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കുറെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരോ ഇതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്യും, അങ്ങനെയല്ല. പ്രൊട്ടക്ഷൻ ഏത് സമയത്തോ മനുഷ്യന്മാർക്ക് അപകടം വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എടുത്തിട്ട് മാത്രം അത് ചെയ്യുക എന്നുള്ളത് നിർബന്ധിക്കണം എംപ്ലോയീസിനെ. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഓൾസോ ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ അതിനുള്ള മെറ്റീരിയൽസും കൊടുക്കണം. എന്നിട്ട് അതെല്ലാം ഉപയോഗിച്ച് വളരെ കൃത്യതയോടെ കെയർഫുൾ ആയിട്ട് ആ ജോലി ചെയ്യിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് they can avoid such a danger case, അല്ലെ? അത്ര അപകടം നിറഞ്ഞ കാര്യങ്ങളെ, ആക്സിഡൻസിലേക്ക് ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ അതല്ലാതെ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോഴാണ് അപകടങ്ങൾ വരിക. അതിലൊക്കെ നേരിട്ട് കറണ്ട് അടിച്ചു, അത് പോയി, അല്ലെങ്കിൽ കറണ്ട് അടിച്ച് ചിലപ്പോ അപ്പൊ തന്നെ മരിക്കാം, ചിലപ്പോ അതിൽ നിന്നും തെറിച്ചു പോയിട്ട് ചിലപ്പോ വേറെ രീതിയിലേക്ക് അസുഖങ്ങൾ പോലെ വരാം. അതൊക്കെ ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇത്തരം എസ്പെഷ്യലി ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതലും ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാകുക. അത് ഒഴിവാക്കാനായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എംപ്ലോയേഴ്സ് എടുക്കണം. ഓക്കെ.
ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് എംപ്ലോയി സേഫ്റ്റി മുതൽ, എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്ന ഫസ്റ്റ് സെന്റൻസ് മുതൽ മെർക്കൻഡൈസ് ഈസ് മിനിമൈസ്ഡ് വരെ എംപ്ലോയി സേഫ്റ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയെ കുറിച്ചിട്ട് ഒരു ചെറിയ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് the employers have a non-transferable responsibility to create a work environment for their workers. അവിടുത്തെ ജോലിക്കാർക്ക് വേണ്ടി ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതില് എംപ്ലോയീസ് തങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ എന്താ അങ്ങനെ സെന്റൻസ് വെച്ചാൽ എംപ്ലോയർ തന്നെയാണ് ഉത്തരവാദി. ഇപ്പൊ ഇന്ന് ഒരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു വലിയ അപകടം നിറഞ്ഞൊരു മെഷീൻ ഉപയോഗിക്കുന്ന ഒരു എംപ്ലോയി, അത് സാധാരണ പോലെ അത് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആൾക്ക് എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ആൾ ജോലി ചെയ്യുന്നത്. വൺ ഡേ ഒരു ദിവസം ചിലപ്പോ എന്താ പറയാ, ചിലപ്പോ ഇച്ചിരി തിരക്കുള്ള ദിവസം ചിലപ്പോ അത്തരം പ്രിക്കോഷൻസ് എടുക്കാതെ ചിലപ്പോ ആ മെഷീൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആൾ പോയി. അപകടം നിറഞ്ഞ ഒരു അവസ്ഥയെ നേരിട്ട് അപകടം ഉണ്ടെന്ന് അറിയാമെങ്കിലും അത് ഏതെങ്കിലും ബിസി കൊണ്ടോ തിരക്ക് കൊണ്ടോ ഒക്കെ മറ്റ് പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ നമ്മൾ അനുശാസിക്കേണ്ട ചില എന്താ പറയാ കൃത്യനിഷ്ഠ അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് അതെടുക്കാതെ ആൾ നേരിട്ട് ആ മെഷീനിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു ആൻഡ് മേ കോസ് സം ആക്സിഡന്റ്, അതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടായി എന്ന് വിചാരിക്കാം. അങ്ങനെ ആ അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോ എന്താണ്, അത് എംപ്ലോയറുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. അതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അതല്ല അയ്യോ അത് എന്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞ് ഓടി മാറാൻ പറ്റില്ല എന്ന് അതാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ ട്രാൻസ്ഫറബിൾ ആണ്. എന്റെ ഉത്തരവാദിത്തം അയ്യോ ഞാനല്ല ഇന്ന ആള് മാനേജ്മെന്റ് ആണ്, മാനേജ്മെന്റ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കട്ടെ, ഇതെന്റെ കാര്യമല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും അത്തരം അപകടം സംഭവിച്ചാൽ ഇറ്റ് വിൽ ബി വെസ്റ്റഡ് അപ്പോൺ ദ എംപ്ലോയർ, എംപ്ലോയറിലേക്ക് ആയിരിക്കും അത് വരിക. അപ്പൊ അതിനാവശ്യം വേണ്ട മെറ്റീരിയൽസ് വട്ടവർ പ്രിക്കോഷൻസ് ആണോ എടുക്കേണ്ടത് അതിനുള്ള എല്ലാ കാര്യങ്ങളും കൺവീനിയന്റ് ആയിട്ട് ചെയ്തു കൊടുക്കണം. ക്ലിയർ ആയോ? എംപ്ലോയി സേഫ്റ്റിയുടെ ഫസ്റ്റ് പാരഗ്രാഫ് ആണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മള് അതിന്റെ ഒന്നാമത്തെ സെന്റൻസും ലാസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാ. എംപ്ലോയി സേഫ്റ്റി വായിച്ചോ? ക്ലിയർ ആയോ? ഇന്ന് നമ്മൾ എടുത്തത് സെക്ഷൻ 19 എന്താ പറയാ നമ്മളുടെ ലാട്രിൻസ് ആൻഡ് യൂറിനൽസിന്റെ കുറച്ച് ഭാഗം. 250 മെമ്പേഴ്സിനേക്കാൾ കൂടുതലുള്ള വർക്കേഴ്സ് ഉള്ള ഫാക്ടറീസിൽ അവരെങ്ങനെയാണ് അവിടുത്തെ ലാട്രിൻ ആൻഡ് യൂറിനൽസ് എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം എന്നുള്ളത് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സെക്ഷൻ 20 സ്പിറ്റൂൾസ്, ദ പ്ലേസ് വേർ വി സ്പിറ്റ്, നമ്മൾ സ്പിറ്റ് ചെയ്യുന്ന സ്ഥലം, അതും കൃത്യമായിട്ട് ഓരോ പോയിന്റിൽ കൃത്യമായിട്ട് സ്പിറ്റൂൾസ് സ്ഥാപിക്കണം. ആ സ്പിറ്റൂൾസിൽ തന്നെ ആളുകൾക്ക് കൺവീനിയന്റ് ആയിട്ട് സ്പിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അത് മാത്രമല്ല അത് ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കാനും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനും ഐറ്റം മറ്റു സ്ഥലങ്ങളിലൊക്കെ സ്പിറ്റ് ചെയ്യാതെ അങ്ങനെ ആരെങ്കിലും സ്പിറ്റ് ചെയ്താൽ തന്നെ ആൾക്ക് ഫൈൻ പെനാൽറ്റി ഇമ്പോസ് ചെയ്യണം, വിച്ച് ഈസ് നോട്ട് എക്സീഡിങ് ₹5. 5 രൂപയിൽ കൂടാത്ത ഒരു ഫൈന് ഇമ്പോസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ സ്പിറ്റൂൾസ് എന്ന് പറയുന്ന സെക്ഷൻ 20 പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് അടുത്തൊരു ടോപ്പിക് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയിയുടെ ഹെൽത്തിനെ എന്തിനാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആരോഗ്യവാന്മാരായിട്ടും ആരോഗ്യവതികളായിട്ടും ഓർഗനൈസേഷനിൽ എന്തിന് എംപ്ലോയീസ് ഇരിക്കണം, അതിന്റെ പ്രാധാന്യമാണ് ഒരു 5-6 പോയിന്റ് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ മാറിയത്, എംപ്ലോയി സേഫ്റ്റി. എംപ്ലോയി സേഫ്റ്റി നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ, അതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇത്രയും വരെ നന്നായിട്ട് വായിച്ചു നോക്കാം, അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് പഠിക്കാം. ഓക്കെ.
ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, സോ ബൈ. താങ്ക് യു. അടുത്ത ദിവസം കാണാം. താങ്ക് യു.